നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സന്മാർഗീയവും ധാർമ്മികവുമായ ജീവിതചര്യകളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ലോക മനുഷ്യരെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ മാസം അവസാനം യൂറോപ്യൻ യൂണിയൻ കോടതിയുടേതായി പുറത്തു വന്നത്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സ്വവർഗ വിവാഹങ്ങൾ അംഗീകരിക്കണമെന്ന അങ്ങേയറ്റം നടുക്കമുളവാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് യൂറോപ്യൻ യൂണിയൻ കോടതി നടത്തിയത്. സ്വവർഗ വിവാഹത്തിന് അനുമതിയില്ലാത്ത പോളണ്ടിലെ 2 സ്വവർഗാനുരാഗികൾ ജർമ്മനിയിൽ പോയി വിവാഹം കഴിച്ചിട്ട് പോളണ്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആ വിവാഹത്തെ സാധുവായി പരിഗണിക്കാൻ സ്വവർഗ വിവാഹത്തിന് അനുമതിയില്ലാത്ത പോളണ്ട് തയ്യാറാകാത്തതായിരുന്നു പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം. വിഷയം യൂറോപ്യൻ യൂണിയനിലെ പരമോന്നത കോടതിയിലെത്തിയപ്പോൾ പോളണ്ടിന്റെ ദൈവഭയത്തിലൂന്നിയ നിയമങ്ങളെയും നിലപാടുകളെയും ശാസിച്ചുകൊണ്ട് ആണോട് ആണും പെണ്ണോട് പെണ്ണും പ്രകൃതി വിരുദ്ധമായി ആകർഷിക്കപ്പെട്ട് അടുത്തിടപഴകുന്നത് പോലുള്ള അവർ തമ്മിലുള്ള വിവാഹവും അംഗീകരിക്കപ്പെടണമെന്നും പോളണ്ടിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ അംഗമായി നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം സ്വവർഗ വിവാഹം അംഗീകരിക്കുകയും അതിനുവേണ്ട പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന പ്രഖ്യാപനങ്ങളുമായി യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ നിലവാരത്തിലേക്ക് ലോകം വളർച്ച പ്രാപിച്ചതും ഓരോ രാജ്യങ്ങളുടെയും നിലനിൽപ്പിന്റെയും പ്രധാനപ്പെട്ട ഘടകമായ ജനസംഖ്യകൾ ക്രമീകൃതമായതും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹ ബന്ധത്തിലൂടെയാണ്. സർവശക്തനായ ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ പ്രമാണങ്ങളും അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതും സാധൂകരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. ഈ വിഷയങ്ങൾ ആധാരമാക്കിക്കൊണ്ട് പരിശുദ്ധ ബൈബിൾ സമഗ്രമായ ഒരു വിശകലനത്തിന് വിധേയമാക്കിയാൽ അതിൽ തെളിമയോടെ കാണാൻ കഴിയുന്നതെന്തെന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക ഇണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആത്മഗതം പൂണ്ട് സർവശക്തനായ ദൈവം മനുഷ്യനെ ഗാഢനിദ്രയിലാക്കിയിട്ട് അവന്റെ വാരിയലിൽ ഒന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് മനുഷ്യന്റെ ഏകാന്തതയ്ക്ക് പരിഹാരവും ജീവിതത്തിന് ഉത്തമ പങ്കാളിയുമായി നൽകിയിട്ട് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമി മുഴുവൻ നിറയുക എന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. വിവാഹം എന്ന വിഷയത്തിന്റെ ഗൗരവം പരത്തിക്കൊണ്ട് പരിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വ്യക്തമാകുന്നത് ഇത് മാത്രമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ വിവാഹം സംബന്ധമായ നിയമങ്ങളും മാനദണ്ഡങ്ങളുമെല്ലാം നേരിട്ടോ അല്ലാതെയോ വേദപുസ്തകത്തിന്റെ ധർമ്മശാസ്ത്രത്തെ തന്നെ സാധൂകരിക്കുന്നതാണ്. എന്നാൽ ലോകമെങ്ങും വിശുദ്ധ വേദപുസ്തകവും സത്യസുവിശേഷവും പ്രചരിപ്പിച്ച യൂറോപ്പിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ രാഷ്ട്രങ്ങൾ പരിശുദ്ധ ബൈബിളിന്റെയും സർവശക്തനായ ദൈവത്തിന്റെയും പ്രമാണങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അകന്നു മാറിപ്പോകുന്നത് കടുത്ത ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ശക്തമായി വ്യാപരിക്കുന്ന ലിബറൽ ആശയങ്ങളാണ് പലപ്പോഴും മൂല്യങ്ങളിൽ നിന്നും അവരെ വ്യതിചലിപ്പിച്ച് കളഞ്ഞതെന്ന് പറയാതെ തരമില്ല. സ്വതന്ത്ര ചിന്തകൾ ആഴത്തിൽ വേരോടിയെടുത്ത് ഇടത് ആശയങ്ങളും അതിന്റെ ചുവട് പിടിച്ച് ഇസ്ലാമിക തീവ്രവാദവും പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലെ മനുഷ്യരുടെ മനസ്സാക്ഷിയും കരുണയും സന്നദ്ധതയും ഒക്കെ നിറഞ്ഞ മനസ്സിനെ ആകുന്നത്ര ചൂഷണം ചെയ്ത് അകറ്റിക്കൊണ്ടുപോയത് അവർ മുറുകെ പിടിച്ചിരുന്ന ദൈവത്തിന്റെ പ്രമാണമായ വിശുദ്ധ വേദപുസ്തകത്തിലെ സനാതനമായ സത്യങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. അതിപ്പോൾ ആ രാജ്യങ്ങളുടെ ശക്തിക്കും കെട്ടുറപ്പിനും വേണ്ടി അവർ തന്നെ രൂപം കൊടുത്ത സംഘടനയായ യൂറോപ്യൻ യൂണിയൻ അട്ടിമറിക്കുകയും അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അങ്ങേയറ്റം ബാലിശവും ദൈവനിന്ദാപരമായ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് യൂറോപ്പിന്റെ തന്നെ നിലനിൽപ്പിൽ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലേക്കാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പവും കാര്യക്ഷമവുമാകാൻ പരസ്പരം സഹായിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന സംഘടനയായ യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിൽ നടന്ന 2 വലിയ യുദ്ധങ്ങൾക്ക് ശേഷം പരസ്പരം പോരടിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന ആശയത്തെ ആധാരമാക്കി രൂപീകരിച്ചതാണ്. ഇന്ന് 27 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോളണ്ടിനെ വിറപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ കോടതി കൊണ്ടുവന്ന തിട്ടൂരത്തെ മറ്റ് യാഥാസ്ഥിതിക ക്രൈസ്തവ രാഷ്ട്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന കാര്യം ഇപ്പോൾ ലോകം മുഴുവൻ ജാഗ്രതയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ ആശയങ്ങളും ക്രൈസ്തവഗീതയും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ജോർജിയ മെലോണിയുടെ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ഭരിക്കുന്ന ഇറ്റലി പോലുള്ള രാഷ്ട്രങ്ങൾ അതിശക്തമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് താൻ LGBT-ക്കൊപ്പമല്ല യഥാർത്ഥ കുടുംബങ്ങൾക്കൊപ്പമാണെന്നും ആണും പെണ്ണുമെന്ന യാഥാർത്ഥ്യത്തിനൊപ്പമാണെന്നും അല്ലാതെ ലൈംഗിക ന്യൂനപക്ഷവാദത്തിനൊപ്പമല്ല എന്നും
ഇസ്ലാമിക ഭീകരർക്കൊപ്പമല്ല എന്നും ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കൊപ്പമാണെന്നും കുടിയേറ്റക്കാർക്കൊപ്പമല്ല ഈ നാട്ടിലെ പൗരന്മാർക്കൊപ്പമാണെന്നും ആഗോള സാമ്പത്തിക ആശങ്കകൾക്കൊപ്പമല്ല ഇറ്റലിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കൊപ്പമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മെലോണി നടത്തിയ പ്രസംഗം യൂറോപ്പിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടന്ന എല്ലാ ഇടത് സ്വതന്ത്ര ഇസ്ലാമിക നിലപാടുകളെയും കടപ്പുഴക്കിയെറിയാൻ പോന്നതായിരുന്നു. മെലോണിക്കൊപ്പം അതിതീവ്രമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെതർലാൻഡിലും സ്വീഡനിലുമെല്ലാം ഗീർട്ട് വൈൽഡേഴ്സിനെ പോലെയും എബ്ബ ബുഷിനെ പോലെയുമൊക്കെയുള്ള നേതാക്കന്മാർ നിലകൊള്ളുമ്പോൾ യൂറോപ്യൻ യൂണിയൻ കോടതി പുറത്തിറക്കിയ ഈ ആജ്ഞകളുടെ വാറോലകൾക്ക് അവർ വില കൽപ്പിക്കുമോ എന്ന കാര്യം ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന കൺസർവേറ്റീവ് ക്രൈസ്തവനും ഫോർ റൈറ്റ് നേതാവുമായ ആൾ അമേരിക്കയിൽ മുൻപ് ഭരണത്തിലിരുന്നപ്പോഴും ഇപ്പോഴും അങ്ങേയറ്റം അധാർമികമായ സ്വവർഗ വിവാഹത്തിനുമെതിരെ അതിശക്തമായ നടപടികളാണ് തുടങ്ങിവെച്ചത്. അമേരിക്കയിലെ ക്യാപിറ്റോൾ റൗണ്ടയിൽ കഴിഞ്ഞ വർഷം സത്യപ്രതിജ്ഞ ചെയ്ത അമേരിക്കയുടെ സാരഥിയായി 2ാം വട്ടവും അധികാരമേൽക്കുമ്പോൾ ട്രംപ് നടത്തിയ പ്രസംഗത്തിലും അക്കാര്യങ്ങൾ ശക്തമായി തന്നെ പരാമർശിച്ചിരുന്നു. അമേരിക്കയെ ക്രൈസ്തവീകമാക്കുമെന്ന തീരുമാനത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ ആദ്യപടിയായി LGBTQ സംഘങ്ങൾക്കും സ്വവർഗ വിവാഹത്തിനുമെതിരെ നടപടി കടുപ്പിക്കുമെന്നും അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂവെന്നും ഇല്ലാതെ മറ്റൊരു ജെൻഡർ ഇല്ല എന്നും ട്രംപ് ശക്തമായി തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അധാർമികതയെ പരത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നിർമ്മലതകളെ കളഞ്ഞുകുളിച്ചുകൊണ്ട് ദൈവവിരുദ്ധവും പൈശാചികവുമായ കാര്യപരിപാടികൾ അവതരിപ്പിക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ തരമില്ല. യൂറോപ്പിന്റെ പ്രൗഢിയും സമ്പത്തുമെല്ലാം ക്രൈസ്തവികമായ അടിത്തറയിൽ കെട്ടിപ്പടുത്തത് തന്നെയാണ്. അത് പിന്നീട് ഈസ്റ്റ് വെസ്റ്റ് എന്നിങ്ങനെ 2 ദിക്കിലേക്ക് പിരിയുകയും ഈസ്റ്റ് ഇസ്ലാമിക ഭരണത്തിന് കീഴിലായപ്പോൾ വെസ്റ്റ് യൂറോപ്പ് ക്രൈസ്തവ അടിത്തറയിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. പിന്നീട് അത് കാത്തലിക്സ് പ്രൊട്ടസ്റ്റന്റ് എന്നിങ്ങനെ പിരിയുകയും അത് മുതലെടുത്ത് സെക്യുലറിസം പടർന്ന് പന്തലിക്കുകയും കുടിയേറ്റക്കാരുടെ ചതി തിരിച്ചറിയാനാകാതെ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് യൂറോപ്പ് കാലക്രമേണ നശിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അതിനെല്ലാമുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ തീവ്ര വലതുപക്ഷ നീക്കങ്ങളെ കാണുന്നത്. കേവലം ഫോർ റൈറ്റ് നിലപാടിനപ്പുറത്ത് ക്രൈസ്തവികതയുടെ അടിത്തറയിട്ട വലതുപക്ഷ മുന്നേറ്റം തന്നെയാണ് യൂറോപ്പിന് ആവശ്യം. അതാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. യൂറോപ്പിന്റെ സംസ്കാരത്തോടും മൂല്യങ്ങളോടും ഇഴകിച്ചേർന്ന് പോകുന്ന അംഗീകൃത കുടിയേറ്റക്കാരെയെല്ലാം നിലനിർത്തുകയും കുടിയേറ്റക്കാരിൽ ഒരു തീവ്രവാദിയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിച്ച് പുറത്താക്കുകയും ചെയ്യണം. താൽക്കാലിക ആശ്വാസങ്ങൾക്കപ്പുറത്ത് സത്യദൈവത്തിലും സത്യവേദ പുസ്തകത്തിലും അടിത്തറയിട്ട ഒരു തീവ്ര വലതുപക്ഷ നിലപാടുകളാണ് കാലഘട്ടത്തിന്റെ അനിവാര്യമായി മാറിയിരിക്കുന്നത്. അവിടെയാണ് യൂറോപ്പിന് പ്രതീക്ഷയുള്ളത്. ഇറ്റലി കൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പകുതിയോളം രാജ്യങ്ങളും സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയിട്ടില്ല. പോളണ്ട്, ബൾഗേറിയ, സൈപ്രസ്, സ്ലൊവാക്യ, ഹംഗറി, ലാറ്റ്വിയ, ലിത്വാനിയ, ചെക്ക് റിപ്പബ്ലിക്, റൊമാനിയ എന്നിവിടങ്ങളിലും ഇതാണ് സ്ഥിതി. ഈ വിഷയത്തിൽ കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായ നിലപാടുകളാണുള്ളത്. അതേക്കുറിച്ച് ലയോ 14 പാപ്പ കൃത്യമായ നിരീക്ഷണം തന്നെയാണ് നടത്തിയത്. വിവാഹം ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും മാത്രം ഐക്യമാണെന്ന് സ്ഥിരീകരിക്കുകയും വിശ്വാസ പ്രമാണ ഡിക്കസ്ട്രിയുടെ പ്രീഫെക്റ്റ് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് നവംബർ 25 റോമിൽ വെച്ച് ഉനക്കാരോ അഥവാ ഏക ശരീരം എന്ന ഏക ഭാര്യത്വത്തെ പ്രകീർത്തിച്ചു എന്ന തലക്കെട്ടോടെയുള്ള രേഖയുടെ അവതരണ വേളയിൽ ആവർത്തിക്കുകയുണ്ടായി. വിവാഹത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിത്തം സ്ഥാപിക്കുവാനാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്. അതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ അത് ഇണകളുടെ നന്മയ്ക്കും സന്താന ഉൽപാദനത്തിനും സന്താന വിദ്യാഭ്യാസത്തിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ്. കത്തോലിക്ക ക്രൈസ്തവ സഭ അതിൻ്റെ ചരിത്രത്തിലുടനീളം ഈ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. ഈ വർഷം ആദ്യം വത്തിക്കാനിലെ ഒരു സദസ്സിൽ ലയോ 14 മാർപ്പാപ്പ ഈ ധാരണ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള സുസ്ഥിരമായ ഐക്യത്തിലാണ് കുടുംബം സ്ഥാപിതമായിരിക്കുന്നതെന്നായിരുന്നു. പൈശാചിക ശക്തികളുടെ ശക്തമായ സ്വാധീനത്താൽ യൂറോപ്യൻ യൂണിയനിലെ ചില ആളുകൾ പാറമേൽ പണിത വീട് പോലുള്ള ആധാരശിലകളിൽ വിള്ളൽ വീഴ്ത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ അനാവൃതമായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യയിലേക്കും സ്വവർഗഭോഗം എന്ന മാരകമായ തിന്മയെ പടുത്തുയർത്തുകയും
അതിന്റെ പേരിൽ അവകാശ സമരങ്ങൾക്ക് കളമൊരുക്കുകയും ചെയ്തെങ്കിലും അതിനെ നിയമപ്രാബല്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ഇതുവരെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. 2023 ഒക്ടോബറിൽ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി പറഞ്ഞ വിധിന്യായം പരിശുദ്ധ ബൈബിളിന്റെ മഹത്വത്തെ തന്നെ ഉയർത്തുന്നതായിരുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാടുകൾ തന്നെയായിരുന്നു DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ വന്ന കേസ് കേട്ട 5-അംഗ ബെഞ്ചിൽ നിന്ന് 3 പേരും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് സ്വവർഗ വിവാഹത്തെ പടിയിറക്കി വിടുവാൻ ഇന്ത്യൻ സമൂഹത്തിന് കഴിഞ്ഞു. എന്നാൽ യൂറോപ്പിൽ നിന്നും കുടം പൊട്ടിച്ചിറങ്ങിയിരിക്കുന്ന ഈ ദുർഭൂതം നമ്മുടെ നാട്ടിലും എത്തിയേക്കാം. അതിൽ നാം ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ്. ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ യൂണിയൻ യൂറോപ്പിനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാർ പുതിയതായി നടപ്പിലാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു വഖഫ് പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യാനുണ്ടാക്കിയ ഉമീദ് പോർട്ടൽ. ഉമീദ് പോർട്ടലിൽ പകുതിയോളം വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യാനായില്ല എന്നും തൽസ്ഥിതി നിലനിൽക്കുമ്പോൾ തന്നെ സമയപരിധി കഴിഞ്ഞതിനാൽ പോർട്ടൽ അടയ്ക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം വരുന്ന സ്വത്തുക്കൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനുണ്ടെന്ന വാർത്ത പുറത്തു വരുന്നതിനിടെ രജിസ്ട്രേഷൻ കാലാവധി നീട്ടാനാകില്ല എന്നും വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടില്ല എന്നും എന്നാൽ അടുത്ത 3 മാസത്തേക്ക് പിഴ ചുമത്തില്ല എന്നും അത്തരത്തിൽ സമയം ആവശ്യമുള്ളവർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചു. വഖഫ് രജിസ്ട്രേഷനായി തയ്യാറാക്കിയ ഉമീദ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി ഡിസംബർ 6-നായിരുന്നു. ഈ തീയതി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില മുസ്ലിം സംഘടനകൾ മുമ്പ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ആ വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി കൂട്ടാക്കിയില്ല. എന്നാൽ അതിനുശേഷം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രസ്തുത വിഷയം ഉന്നയിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രിയായ കിരൺ റിജിജുവിന് ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ സമയപരിധി നീട്ടാനാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കേന്ദ്ര തീരുമാനം വ്യക്തമാക്കിയ മന്ത്രി അങ്ങനെയുള്ളവർക്ക് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ഉടൻ തന്നെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കടുത്ത നടപടികൾ ഉടനെ ഉണ്ടാകില്ല എന്നും അത്തരത്തിലുള്ള പരിഗണനകൾ അടുത്ത 3 മാസത്തേക്കെങ്കിലും തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1995 ഉമീദ് ആക്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച് 2025 ജൂൺ 6-ന് പോർട്ടൽ ആരംഭിച്ചപ്പോൾ തന്നെ 6 മാസത്തിനുള്ളിൽ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശങ്ങൾ. ഇന്ത്യയിൽ ആകമാനം 8 ലക്ഷത്തോളം പ്രോപ്പർട്ടികൾ വഖഫിനുള്ളതിൽ 50,000-ഓളം പ്രോപ്പർട്ടികളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇത് 13,000 മഹല്ല് കമ്മിറ്റികൾക്ക് കീഴിലായിരുന്നു. ഇതിൽ ബാക്കിയുള്ള 33,000-ഓളം സ്വത്തുക്കൾ മതിയായ രേഖകൾ ഇല്ലാത്തതിനാലാകാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തത്. ഇന്ത്യ ഒട്ടുക്കമുള്ള 8 ലക്ഷത്തോളം വഖഫ് പ്രോപ്പർട്ടികളിൽ 1,51,000-ഓളം പ്രോപ്പർട്ടികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ബാക്കിയുള്ളവ അസാധുവായി പോകുവാൻ സാധ്യതയുണ്ടെന്നും ഇതോടെ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ആ കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ടാണ് സമസ്ത നേതാവായ മുസ്തഫ മുണ്ടുപാറ മുൻപ് പറഞ്ഞത് കേരളത്തിലെ ഒട്ടുമിക്ക വഖഫ് പ്രോപ്പർട്ടികൾക്കും വേണ്ട രേഖകൾ ഇല്ല എന്ന്. കണ്ണായ ഭൂമികൾ കണ്ണേറിലൂടെ പിടിച്ചുകൊടുത്തെന്നുള്ള ആരോപണം വഖഫ് ബോർഡിന് നേരെ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം വഖഫ് പ്രോപ്പർട്ടികൾക്കും വേണ്ടത്ര രേഖകൾ ഇല്ല എന്ന് വന്നാൽ അതെല്ലാം ഏത് തരത്തിലുള്ള മുതലാണെന്ന കാര്യം സമൂഹത്തിന് തീർപ്പാക്കേണ്ട സാഹചര്യം കൂടിയാണ് സംജാതമായിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഭക്തനായ ഇസ്ലാം മത വിശ്വാസി സ്വമേധയാ തൻ്റെ ദൈവത്തിന് സമർപ്പിച്ച വഖഫ് സ്വത്തുക്കൾക്കല്ലാതെ വഖഫ് കണ്ണെറിഞ്ഞ് പിടിച്ചെടുത്ത വേണ്ടത്ര രേഖകളില്ലാത്ത സ്വത്തുക്കളെല്ലാം പണ്ടാര വകയിലേക്ക് എത്തപ്പെടുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് അത് വഖഫിന്റെ ആണെന്നൊക്കെ പറഞ്ഞാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. മറിച്ച് ആധികാരികമായ രേഖകളുമായി വന്ന് ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു ഗവൺമെന്റ് പറയുന്നത്. അതായത് വഖഫിന്റെ കെയർടേക്കർമാരായ മുത്തവല്ലിമാരുടെ ആധികാരികമായ പേഴ്സണൽ ഡാറ്റ, പിന്നെ പ്രോപ്പർട്ടി വഖഫിൻ്റെതാണെന്ന് തെളിയിക്കുന്ന ആധാരം, വഖഫ് ചെയ്യുന്ന ആളെഴുതിയ ഉസ്യത്ത്, ലാൻഡ്മാർക്ക്, GPS പൊസിഷൻ, പ്രോപ്പർട്ടിക്ക് പോക്കുവരവുണ്ടെങ്കിൽ അതിൻ്റെ രേഖ, പ്രോപ്പർട്ടിയിൽ തർക്ക വ്യവഹാരമുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, ഇതൊക്കെയായിരുന്നു പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്. അത്തരത്തിൽ ആധികാരികമായ രേഖകളുള്ള കേരളത്തിലെ 17,000 പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്തു. ബാക്കി ഒന്നിനും കൃത്യമായ രേഖകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം
ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. വഖഫ് ബോർഡിന് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ സ്വന്തമാക്കുന്നതാണ് ഇന്ന് വരെ അവർ അവലംബിച്ചിരുന്ന രീതിയെങ്കിൽ അതെല്ലാം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഉമീദ് പോർട്ടൽ. ഇത് ഏറ്റവും ഗുണകരമായി മാറുന്നത് മുനമ്പത്തിന് തന്നെയാണ്. കാരണം ഇപ്പോൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടികളിൽ മുനമ്പം ഇല്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ. ഇതിവിടം കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. കാരണം ആധികാരികമായി രേഖകളില്ലാതെ കാലക്രമത്തിൽ മഹൽ വകകളായ പ്രോപ്പർട്ടികളെല്ലാം രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം അതിന്റെ യഥാർത്ഥ ഉടമയിലേക്കോ അല്ലെങ്കിൽ പണ്ടാര വകയിലേക്കോ തന്നെ പോകുമെന്ന കാര്യം തീർപ്പായിരിക്കുകയാണ്. സർക്കാർ തന്നെ രൂപീകരിച്ചിരിക്കുന്ന ഒരു ബോർഡിന് അനിവാര്യമല്ലാത്ത അധികാരങ്ങൾ തുലം ചാർത്തിക്കൊടുത്ത് ആ ബോർഡ് ശക്തമായപ്പോൾ അവർ കാട്ടുന്ന അനീതി നിർഭരമായ നടപടികൾക്കെതിരെ സർക്കാരിന് തന്നെ കേസ് നടത്തേണ്ടി വരുന്നത് അത്യപൂർവമായ ഒരു സംഗതിയാണ്. അത്തരത്തിൽ പ്രീണന സർക്കാരുകളുടെ ദൗർബല്യത്തിൽ പിടിമുറുക്കി വഖഫ് ബോർഡ് പുഷ്ടിപ്പെടുത്തിയെടുത്തത് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ ഇളക്കിക്കാട്ടിയ കിന്നരിയും തലപ്പാവുമെല്ലാം ഉമീദ് പോർട്ടലിലൂടെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.